ബഹുമാന്യരെ, യുവജന പ്രസ്ഥാനങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് കടന്നുവന്ന് പിന്നീട് തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളിലും സാമുദായിക ശാക്തീകരണത്തിലും മികച്ച സംഭാവനകൾ നൽകിയ ശ്രീ ജോയി ഗോതുരുത്ത്. ചരിത്രാന്വേഷിയും സാഹിത്യ പ്രവർത്തകനുമായ ശ്രീ ജോയി ഇന്ന് ബഹുമാനപ്പെട്ട നെൽസൺ അച്ഛൻ രചിച്ച മധ്യേ ഇങ്ങനെ എന്ന കൃതിയുടെ സാഹിത്യ ലോകത്തെ സ്ഥാനം മൂല്യാവലോകനം ചെയ്യുകയും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഏതാനും വ്യക്തികളുമായുള്ള ആത്മബന്ധം ഓർമ്മകളായി പങ്കുവെക്കുകയുമാണ്. വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയാധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജോയി ഗോതുരത്തിനെ അഭിമാനത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. മധ്യേ ഇങ്ങനെ എന്ന പേരിൽ ബഹുമാനപ്പെട്ട നെൽസൺ തൈപ്പറമ്പിലച്ചൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഓർമ്മകളുടെ സമുച്ചയം അധിക മനോഹരമാണ്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഭക്തകവി പൂന്താനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മധ്യേ ഇങ്ങനെ എന്നുള്ള മനോഹരമായ നാമധേയം അദ്ദേഹം 16 മഹത് വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് നൽകിയിരിക്കുന്നു. നെൽസൺ അച്ഛനെ 3 പതിറ്റാണ്ടുകൾക്കേറെ കാലമായി എനിക്കറിയാം. ആലപ്പുഴ രൂപതയുടെ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതലുള്ള ബന്ധം ഇന്നും നിരന്തരം തുടരുകയാണ്. ഏറെ സന്തോഷകരമാണ്. നെൽസൺ അച്ഛൻ്റെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങളെ കണിശതയോടെ കാണാനുള്ള ഒരു പാഠവുമുണ്ട്. അതുകൊണ്ടാണ് ആ പാഠവത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തോടുള്ള താല്പര്യമൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഈ കൃതിയിൽ 16 മഹാവ്യക്തികളെയാണ് അനുസ്മരിക്കുന്നത്. ആലപ്പുഴയുടെ പ്രദേശങ്ങളിൽ അപരസ്നേഹത്തിൽ ആറാടി മറ്റുള്ളവർക്ക് തങ്ങളാൽ കഴിയുന്ന നന്മ ചെയ്ത 16 പേരെയാണ് സ്മരിക്കുന്നത്. അതിൽ 3 പേർ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നവരാണ്, ഞാൻ ആദരിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കേറെ സന്തോഷകരമാണ്. അച്ഛൻ കുറിച്ചു വച്ചിരിക്കുന്ന ഫാദർ ദിൽരാജ് IMS ഒരു അനാഥ ബാല്യത്തിൽ നിന്ന് തുടങ്ങി വാരണാസിയുടെ തെരുവിലുള്ള അഗതികളെയും ആലംബഹീനരെയും ആശ്രയമില്ലാത്തവരെയും സംഘടിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അസ്മതയിലൂടെ ഇന്നും തുടരുകയാണ്. 2010 CBCI ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന ഔദ്യോഗിക സംഘടന ആരംഭിക്കുന്നു. അതിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ആ സംഘടനയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ദിൽരാജ് IMS അച്ഛൻ വഹിച്ച പങ്കാളിത്തം പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. അപ്പോൾ ദിൽരാജനെ ഓർത്തതിൽ ഏറെ സന്തോഷിക്കുകയാണ്. രണ്ടാമതൊരാള് മറ്റാരുമല്ല, ശ്രീ ലാൽ കോയി പറമ്പിൽ തന്നെയാണ്. 1979 മുതൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്നതാണ്. കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക്, പിന്നീട് കൊച്ചിയിലും മുനമ്പത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് ബോട്ട് തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായി മാറിയ ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തെയും മനോഹരമായ വിധത്തിൽ കരുത്തോടെ നെൽസൺ അച്ഛൻ സ്മരിക്കുകയാണ്. മൂന്നാമതൊരാള് അറക്കൽ സാറാണ്, പ്രൊഫസർ എബ്രഹാം അറക്കൽ. ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെലവഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. രാവിലെ ചെന്നു, ഗുരുമുഖത്ത് നിന്ന് വൈകുന്നേരം ഒരു 4-5 മണി വരെ കേട്ടു. പല കാര്യങ്ങളും കേട്ടു, പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പല മേഖലകളിലൂടെയുള്ള അറിവുകൾ അദ്ദേഹത്തിന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവരെ 3 പേരെയും സ്മരിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യവും സന്തോഷവും എനിക്ക് തോന്നുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ നെൽസൺ അച്ഛൻ എഴുതിയ ഈ കൃതിയിലെ ഒരു പ്രത്യേകത,
അവിടെ അനുസ്മരിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും കുടുംബ വൃക്ഷത്തിന്റെ വേരുകൾ വരെ അദ്ദേഹം ചികഞ്ഞു പോയിട്ടുണ്ടെന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷമായ രചനാശൈലിയാണ്. നെൽസൺ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായി വാഴ്ത്താൻ പറ്റുന്നത് 1831 പ്രതിബദ്ധതയുടെ പൂർവ്വചരിതം എന്ന് പറയുന്ന കൃതിയാണ്. ആ കൃതി തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ ചരിത്രബോധത്തിന്റെ ഒരു തെളിവാണ്. അത് ഇവിടെയും കാണാൻ സാധിക്കും. ചരിത്രപരമായി കാര്യങ്ങളെ കാണാനുള്ളൊരു കഴിവ് നെൽസൺ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതിന്റെ രണ്ടാം ഘട്ടത്തുമായിട്ട് കുറച്ച് ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രചന ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രൂഫ് റീഡിങ്ങിൽ അല്പം ശ്രദ്ധക്കുറവുണ്ടായെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അടുത്ത എഡിഷൻ വരുമ്പോൾ, പുതിയ പുസ്തകം വരുമ്പോൾ അതെല്ലാം ഒഴിവാക്കി പുറത്തിറക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ലത്തീൻ സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കൃതി നടാടെയാണ്, ആദ്യത്തെയാണെന്ന് പറയാൻ കഴിയില്ല. ഇതിനു മുൻപ് നമുക്ക് വഴിയായിട്ട് നിൽക്കുന്നത് പ്രണത ബുക്സ് പ്രസിദ്ധീകരിച്ച റോബർട്ട് പനിപ്പള്ളിയുടെ ഒരു കൃതിയാണ്. അതിൽ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ളൊരു 4-5 പ്രമുഖരായ വ്യക്തികൾ അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വിശദമായ ജീവചരിത്രമുണ്ട്. എന്റെ അറിവിൽ ഈ 2 കൃതികൾ മാത്രമാണ് ഈ രീതിയിലുള്ളത്. നെൽസൺ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതുപോലത്തെ രചനകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു.